നല്ല മഴയാണ്. ഇന്ന് രാവിലെ എണീച്ച മുതൽ നല്ല മഴയാണ്. നമ്മളിങ്ങനെ ഞാനും ഇവിടെ ഇരുന്നത് മഴ കണ്ട് എന്റെ വീടിന്റെ അടുത്ത് കുറെ വയലുകള്, കുളങ്ങള്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ. ആശിക്കാന വീട് മയിലുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ സ്ഥലങ്ങൾ, നാടൻ വീട്. അപ്പൊ അവിടെ എന്തായിട്ടുണ്ടാവും ഇപ്പം ഓൾമോസ്റ്റ് വെള്ളം നിറഞ്ഞിട്ടുണ്ടാവും. കാരണം അങ്ങനെ മഴ പെയ്യുന്നുണ്ട്. ഇന്നിപ്പോ എന്തോ ഉണ്ടാക്കുന്ന ബ്ലോഗ് എടുക്കാൻ സ്പെഷ്യൽ സാധനമാണ്. എല്ലാവർക്കും അറിയാമെന്നൊന്നും അറിയൂല. പിന്നെ ഈന്തെന്ന് കേട്ടിട്ടുണ്ടോ? ഇതാണ് നമ്മളെ ഈന്ത് പൊടിച്ച പൊടി. കണ്ട, ഇത് നമ്മള് നല്ലോണം കുഴച്ചിട്ടാണ് അത് ഉരുട്ടുന്നത്. അതിന് മുന്നേ വേറെ സാധനം കാണിച്ചതാ. ഇതാണ് നമ്മൾ ഈന്ത്. ഈന്ത് ഇത് നമ്മൾ എന്താക്കണം, മില്ല് കൊടുത്തിട്ട് വേണം എന്താക്കാന്, പൊടിച്ചിട്ട് ഇങ്ങനത്തെ പൊടിയാക്കിയിട്ട്. ഇത് വറുത്ത പൊടി കേട്ടോ. ഇത് സാധനം കുറെ പ്രോസസ്സിങ്ങിലൂടെയാണ് നമുക്ക് ഈ ഒരു ഈന്ത് കറി കിട്ടുന്നത്. പക്ഷെ ലാസ്റ്റ് കിട്ടുന്ന സാധനം ഭയങ്കര ടേസ്റ്റിയാണ്. അതുകൊണ്ട് നമുക്ക് ഇത്രയും പ്രോസസ്സിങ് ചെയ്യുന്നതിനോട് നമുക്ക് എന്താണ് ഒരു പ്രശ്നമില്ല. ഇത് പണ്ടത്തെ ആൾക്കാർക്ക് അറിയാൻ മതിയാവും. പണ്ടത്തെ ആൾക്കാർക്ക് ഈന്ത് കേട്ടോ നമ്മളിവിടെ നാട്ടിലേക്ക് പറയാം. ഞങ്ങൾ അവിടേക്ക് പറയാം എന്താന്ന് അറിയില്ല. അതന്നെ കമന്റ് ചെയ്തോട്ടെ. അതെ അതെ. ബാക്ക്ഗ്രൗണ്ട് വോയിസ് നമ്മള് ഫാമിലി ഗ്രൂപ്പും എന്താ പറയാ 24 hours ഒരു മിനിമം ഒരു 15 പ്രാവശ്യമെങ്കിലും വിളിക്കണ്ടാവില്ലേ ആശിക? ഫുൾ ടൈം ഉറങ്ങുമ്പോ 1 മണിക്ക് കടിയലില്ലേ? അതാണ് പ്രശ്നം. ഇവിടെ തകൃതിയിൽ ഉരുട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങളാക്കാട്ടോ ചെയ്യാ. നമ്മൾ ഈന്ത് പൊടി പൊടിച്ച് വെള്ളത്തിൽ കുഴച്ചിട്ടൊക്കെ ഇങ്ങനെ ആക്കിയാ. ഉമ്മാനൊക്കെ എല്ലാവർക്കും അറിയാ. അറിയാത്ത ആൾക്കാരൊന്നുമില്ല. ഉമ്മാപ്പൻ അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലാന്നറിയാ. ആ കറി കറി അങ്ങനെ ശിക അന്ന സ്പെഷ്യലാ. ഇങ്ങനുണ്ട് അളിയപ്പ കുറച്ചൊന്ന് ടേസ്റ്റ് നോക്കട്ടെ എന്നാ പറഞ്ഞേ. മക്രോണിയാ വേണ്ടേ? ആ ഞാന് ഒരു സീറ്റ് ഇവിടെ സെറ്റ് ആക്കുന്നുണ്ട്. നമ്മളൊരു മിനി വ്ലോഗ് ഇട്ടപ്പോ ഒരാളെങ്കിൽ തന്നുണ്ടോ? ഞാൻ സ്പെഷ്യൽ കേക്കല്ലേ ആയത്? നിങ്ങൾ കേക്കല്ലേ? അപ്പൊ നിങ്ങൾ വേണ്ടേ പറയുമ്പോ എടുത്തു കേക്ക്. എനിക്ക് ഒരു പീസ ആകുള്ളൂ. കൊണ്ട് സ്പെഷ്യൽ പ്ലം കേക്ക്. ഒരാളെനിക്ക് ചായ കൂട്ടാൻ വെച്ചുണ്ടോ നിങ്ങള്? അല്ല 10 പ്ലേറ്റിൽ നിരത്തണ്ടല്ലോ. അതല്ലേ കഴിക്കുള്ളൂ. സ്നേഹം. ഒരു പ്ലേറ്റിൽ എല്ലാ സാധനവും ഉണ്ട്. ഇത് കഴിഞ്ഞിട്ടോ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഒരു പീസ് ഒന്നല്ല കൊണ്ടു കൊടുത്തേ. ഒരു പീസ് വിചാരിച്ചിട്ട് ഒരു എന്താ പറയാ ഡവറ മോശം കൊണ്ടു തന്നിട്ട് കിട്ടിയില്ല. എന്താ തിന്നല്ലോ ആള് പോയി. നമ്മളില്ല ഈന്ത് ഉണ്ടാക്കുന്ന സമയത്ത് ഈന്ത് കാണിച്ചില്ലെന്ന് പറഞ്ഞു എല്ലാരും കമന്റിൽ അശിക്കാം ഗൈസ്. കാരണം നമ്മൾ ഇപ്പോഴാണ് ഉണ്ടാക്കി കഴിഞ്ഞത്. ഇവിടെ ഒരാളെങ്കിൽ ചക്ക താക്കി തരാം. രമ്മച്ചിയെ ചക്ക ഇരുന്ന് തരാന്ന് പറയാം. അമ്മച്ചേന് എന്താ പറയാ, ഇരിഞ്ഞിട കണ്ടോ? നല്ല വരിക്കച്ചക്ക അല്ലേ? പ്ലേറ്റോ വരിക്കച്ചക്കല്ലത് ഉണ്ടോ? പാവാണ് അമ്മച്ചി. ചക്ക തിന്നാൻ പൂതിയായിട്ട് ചക്ക ഇരുന്നിരങ്കി പ്ലേറ്റ്. ചക്ക വെച്ച് ടേസ്റ്റ് ഉണ്ടോ? മധുരം ഉണ്ടോ? മധുരമില്ല. ഇനിയിപ്പോ ഒന്നുകൂടി ബൈക്കൂല നാളേക്ക്. ഇവന്റെ വീട്ടിലേക്ക് എന്താ പറയാ, ഇവന്റെ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവന്റെ വീട്ടിലേക്ക് പോവാണ്. നാളെ നമുക്ക് ഡോക്ടറെ അടുത്തൊക്കെ കാണിക്കാൻ പോവാണ്ട്. നാളെ കുറച്ച് എന്താ പറയാ സ്കാനിങ്ങിന്റെ ഒക്കെ കാണാനൊക്കെ പോവാണ്ട്. ഇന്ന് ആൾക്ക് ഭയങ്കര പൂതി ഗൈസ്. എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഓരോ ദിവസം ഓരോ പൂതി. ആദ്യം ബർഗർ, അങ്ങനെ ഓരോന്നാണ്. ഷവർമ, ബർഗർ, അങ്ങനെ ചിക്കൻ്റെ ഐറ്റംസ് ഒക്കെ എത്തി ഇപ്പൊ ലോഡർ ഫ്രൈസ്. ഇത്രയും കാലം ലോഡർ ഫ്രൈസ് വേണമെന്ന് പറയുമ്പോൾ വേണ്ട എനിക്ക് ഇഷ്ടമില്ല, എണ്ണയെ പോലെ സാധനം വേണ്ടെന്ന് പറയുന്ന ആൾക്ക് ഇന്ന് രാവിലെ മുതൽ ലോഡർ ഫ്രൈസ് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം. ഈ പ്രഗ്നൻസി ടൈമിൽ ഇങ്ങനെയാണോ? ഇന്നൊരു ദിവസം ഇഷ്ടമില്ലെങ്കിൽ നാളെ ദിവസം ഇഷ്ടമാവുമോ? എനിക്കറിയില്ല. ഇവിടെ കാര്യം
ഭയങ്കര കാരണം ചില സമയത്ത് ഒരു ആ ഫുഡ് എന്ത് ഫുഡാണ് ഷവർമേ പിന്നെ പറയാം ഷവർമ ആണെങ്കിൽ അപ്പൊ ഞാനിപ്പോ ഇങ്ങനെ തിരഞ്ഞുകൊണ്ട് നിൽക്കുക ഇവിടെ ഓടിയില്ല പൂതി വരുന്ന സമയത്ത് നമ്മൾ നല്ല തന്നെ വാങ്ങിച്ചു കൊടുക്കണം. ഇവിടെ ഒരു സ്ഥലം ഉണ്ട് പക്ഷെ അവിടെ വലിയ ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു അവിടുത്തെ ആൾക്കാർ. കാരണം അങ്ങനെ തരുന്ന അവസാന സ്ഥലത്ത് നിന്ന് കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് ആർക്കും അറിയാം, രസം ഉണ്ടാവും ഇല്ലയെന്നൊക്കെ ആർക്കും അറിയാം. കാരണം നമ്മളിതുവരെ ട്രൈ ചെയ്ത് വെക്കില്ല. ഒരു നോർമൽ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. പിന്നെ കഴിച്ചിട്ട് വേറെ വഴിയില്ലല്ലോ. സാധനം കിട്ടണമെങ്കിൽ നമ്മൾ എന്താ പറയുക കിട്ടിയെടുത്ത് വാങ്ങിച്ച് പൂതി എടുക്കാം. അല്ലാണ്ട് ഇവിടുന്ന് ഇനി അടുത്ത ഓർഡർ പ്രൈസിലേക്ക് എത്തണമെങ്കിലും 10 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തൽക്കാലം ഇവിടുന്ന് വാങ്ങിച്ച് സാധനം കിട്ടി. ഗൈസ് ഇഷ്ടപ്പെട്ടോ? ആഗ്രഹം കഴിഞ്ഞോ? എന്തിന്? അവിടെ വാപ്പ ഒരു സാധനം ഫിറ്റ് ചെയ്യാൻ കൊണ്ടുവന്നതാ. ബാറ്ററി അമ്മ ഇടണോ? ആ മറ്റേ ബാറ്ററി അല്ലേ, വലിയ ബാറ്ററി അല്ലേ? എന്താ ഓരോ ആഗ്രഹങ്ങളെ. ഇഷ്ടപ്പെട്ടോ? ഇതെന്താ അതിന്റെ ഉള്ളിൽ കൂടെ പഴംപൊരിയോ? സാധനം ഫിറ്റ് ചെയ്യാം. അപ്പൊ ഫിറ്റ് ചെയ്യാൻ കാണിച്ചെടുക്ക. ഇപ്പൊക്കെ വീട്ടിലിരിക്കുമ്പോ പോറടിക്കുന്നതിന് കളിക്കാൻ വാങ്ങിച്ചു കൊടുത്ത സൈക്കിള്. ഇനി അതിന്റെ മുകളിൽ കയറി ഇങ്ങനെ കളിച്ചൊങ്ങി. അപ്പൊ കഷ്ടപ്പെട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്ക മോൾക്ക് കളിക്കാൻ വേണ്ടിട്ട്. സൈക്കിളൊക്കെ എനിക്ക് ഇഷ്ടമല്ല. എങ്ങനെ വള ഊരുന്നില്ല അല്ലേ? ഊരണ്ടേന്ന് വിചാരിച്ചിട്ടാണ്. ഉമ്മന്റെ കല്യാണ സമയത്തുള്ള വള? കല്യാണ സമയത്തല്ല, പക്ഷെ ഒരു 20 years മേലുണ്ടാവും പഴക്കം. അത്രക്ക് ഉണ്ട് ഇനി? ഉണ്ട്. കമ്പിവള ഇപ്പോഴോ ഉള്ളതാ. കരിവള എന്തേലും കരിവള കമ്പിവള. ഇപ്പൊ കമ്പിവള, ഇപ്പൊ കുപ്പിവളൊക്കെ ഉള്ളത്. കഴിഞ്ഞ അവിടെ കഴിഞ്ഞ്. ഇത് നല്ല പ്രൊഡക്റ്റ് അല്ലേ ഇവ അല്ലേ? കുട്ടികൾക്ക് എന്താ പറയാ സൈക്കിള് മാറി യൂസ് ചെയ്യാം. അധികം വെയിറ്റ് ഒന്നും പാടില്ല. ഞാന് അതിന്റെ മുകളിൽ ലൈറ്റ് എന്താ കത്താത്ത? ഇവിടെ ഇതിന്റെ മുകളിലാ മ്യൂസിക് ആൻഡ് ലൈറ്റ് സ്ക്രീനിങ് നെറ്റുന്നതാ. ഞാൻ വിചാരിച്ചു ഇതിന്റെ മുകളിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ. നോക്കുമ്പോ അതിന്റെ മുകളിലെ ബാറ്ററി നമ്മൾ ഇടണോ അല്ലേ? നമ്മളെ വീട്ടിലെ ഇപ്പോഴത്തെ ഡെയിലി ഉള്ള അതിഥികളാട്ടോ 2 തത്തമ്മ. 3 ഇതിനൊന്ന് പറന്നു പോയി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ അതിൻ്റെ മുകളിലുള്ളത് കോവക്കാണ്. സാധാ കോവല്ലക്കല്ല, ഈ കാട്ടുകോവക്കാന്ന് പറയുന്നത്. നമുക്ക് കഴിക്കാൻ പറ്റില്ല, ഭയങ്കര എന്താ പറയുക കപ്പയായിരിക്കും. അപ്പോൾ അത് തിന്നാൻ വേണ്ടി വരുന്നതാണ് ഈ 2 പാരറ്റ്സ്. നല്ല രസമാണ്, ഇടയ്ക്കിടയ്ക്ക് വരും. നമ്മളെ വീട്ടിൻ്റെ കൊലയായിരിക്കുമ്പോൾ ഇങ്ങനെ കാണാം. അപ്പോൾ നല്ല രസമാട്ടോ ഇങ്ങനെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അത് തിന്നു കഴിഞ്ഞാൽ പോകും. ഒന്ന് പോയി ഇതാ ഓൾറെഡി ഒന്ന് പോയി. ഞാൻ അടുത്ത് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറേ ഉണ്ടത്. അപ്പം ഉണ്ടോ നിങ്ങൾ ആ സൈഡിലൊക്കെ പോയി കാണുന്നുണ്ടോ? എനിക്ക് അതിലെ കണ്ടോ ഒന്നതാ. പിന്നെ അവിടെ പോയി അപ്പുറത്തും ഒന്നുണ്ട്.